ഹലോ, ഇപ്പോൾ നമ്മളിന്ന് മദീനം പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊരു സ്വീറ്റാണ് കേട്ടോ, നമ്മൾ സോന പപ്പട ഉണ്ടല്ലോ. ഇതിവിടെ സാധനങ്ങൾ വന്നപ്പോൾ നമ്മളൊന്ന് വാങ്ങിച്ചതാണ്. ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല, പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ള ഞങ്ങൾക്ക്. അപ്പോൾ ഇത് വണ്ടിയിൽ നിന്നൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ബാക്ക് പാക്കിങ്ങിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതായത് ഫില്ലായിട്ടുണ്ട്. നിങ്ങൾ 2 days അവിടെ നിൽക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ ഹാൻഡ് ബാഗും പിന്നെ നമ്മളെടുത്തിട്ടുള്ള ട്രോളിയാണ് കേട്ടോ. ഇപ്പോൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ ട്രോളി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ 4 ആളെയും ഡ്രസ്സൊക്കെ ഇതിലാണ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്യലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. അപ്പോഴൊക്കെ ആ സമയമൊക്കെ എത്ര ആയിട്ടുണ്ടായിരുന്നു. ഈ ആമ്പൂ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ മദീനത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. ക്ഷീണമൊക്കെ മാറി ഉറക്കമൊക്കെ ലെവലാക്കി ഡ്രൈവൊക്കെ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ സെറ്റായതിന് ശേഷമാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ദിവസത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് ഓരോരോ കാരണം കൊണ്ട് നീണ്ടു ഇങ്ങനെ പോവായിരുന്നു കേട്ടോ നമ്മൾ മദീനത്തേക്കുള്ള പോക്ക്. അങ്ങനെ ഫൈനലി നമ്മളും ഒരുങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ ആകെ എക്സൈറ്റഡ് ആണ് മദീനത്ത് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇതെന്താ അറിയോ, നമ്മളെ ചപ്പൽസൊക്കെ ഒന്ന് പാക്ക് ചെയ്തതാണ് കേട്ടോ. അഥവാ എങ്ങനെയെങ്കിലും നമ്മൾ ഷൂ കാര്യങ്ങളൊക്കെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കാൻ വേണ്ടിയിട്ട് അത് എക്സ്ട്രാ വണ്ടിയിലൊന്ന് കരുതി വെക്കാമെന്ന് വെച്ചിട്ട് നമ്മളതും കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കാഞ്ഞല്ല ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് വെള്ളം, ബിസ്ക്കറ്റ്, 7 days അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റിലായിരിക്കും നമ്മൾ കൂടുതൽ യാത്ര ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. സമയം 5:45, 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കാനുള്ള ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വഴിയിൽ നിന്ന് നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെ ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 hour കാണിക്കുന്നുണ്ട് കേട്ടോ ജിദ്ദന്ന് മദീനത്തേക്ക്. ഇതാണ് ഇവിടുത്തെ ലുലു മാൾ. ഒരു വലിയ ചെറിയൊരു ലുലു മാളാണ് കേട്ടോ. അപ്പോൾ വലിയ ആക്റ്റീവ് ഒന്നുമല്ല. ഈ ഒരു സമയത്ത് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ആണല്ലോ, ഒന്നും കാണൂല. പിന്നെ മദീനത്തേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ വിജനമായിട്ട് കിടക്കുന്ന മരുഭൂമിയും കാര്യങ്ങളൊക്കെയാണ്. നൈറ്റിലാകുമ്പോൾ ഒന്നും കാണാനും പറ്റില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ എണ്ണപ്പാടങ്ങൾ കേട്ടോ. ഇഷ്ടംപോലെ ഏരിയയിലുണ്ട് കേട്ടോ. ഇത് സൗദിയിലെ എണ്ണപ്പാടങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാനും കാണുന്നത്. ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ വന്നു പോയിക്കണമെന്നല്ലാണ്ട് ഇതുവരെ ഈ ഒരു കാഴ്ച ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കത്തിന് കാണാൻ ഭയങ്കര ഒരു ബോംബൊക്കെ പൊട്ടണ മാതിരിയൊക്കെ ഓരോന്ന് അത് നിൽക്കാതെ കത്തിക്കൊണ്ട് നിൽക്കുക. എണ്ണല്ലേ അതിൻ്റെ അതിൻ്റെ ബാക്കിലാണ് ഗ്രൗണ്ട്. അങ്ങനെ മരിബ് ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്ഥലത്ത് ജിദ്ദയിൽ തന്നെയുള്ള ഒരു പള്ളിയാണ്. യാത്രക്കാർക്കൊക്കെ നിസ്കരിക്കാൻ പറ്റും, ലേഡീസിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് അടുത്തുള്ളൊരു ഷോപ്പിൽ ബൂഫേന്ന് സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടായിരുന്നു വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ ഇക്കാൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചെറുതായിട്ട് ഉറങ്ങിട്ടോ. മക്കളൊക്കെ നല്ല ഉറക്കലാണ്. ഈ സമയമുണ്ട് ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് എണീറ്റപ്പോഴുണ്ട് ഇവിടെ ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്യണ ഒരു പമ്പിലാണ് കേട്ടോ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവർക്ക് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉറങ്ങാതിരിക്കാനുള്ള മെയിൻ സൂത്രം എന്ന് വെച്ചാൽ ക്യാപ്പിച്ചിനോ കുടിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അവർ വാങ്ങണുണ്ടപ്പോൾ എനിക്കും പറഞ്ഞിട്ടോ ഒന്ന്. എനിക്ക് പിന്നെ ഉറങ്ങാതിരിക്കാനല്ല, എനിക്കൊന്ന് ജസ്റ്റ് ക്യാപ്പച്ചിനോൻ്റെ ഇഷ്ടം കൊണ്ട് കുടിക്കണം കേട്ടോ. ക്യാപ്പച്ചിനെ കുടിക്കാൻ നിന്ന സമയത്താണ് മോൻ്റെ ഒറ്റ ഉണരൽ കേട്ടോ. അവന് എണീറ്റ് എന്തൊക്കെയോ പറഞ്ഞിട്ട് വീണ്ടും അങ്ങനെ കിടന്നിട്ടുണ്ട് ഉറക്കപ്പിച്ചില്ലേ. അങ്ങനെ നമ്മൾ ക്യാപ്പച്ചിനൊക്കെ കുടിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്വലാത്തൊക്കെ ചൊല്ലിക്കാണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. കാഴ്ചകളൊന്നുമില്ല, കുറേ മലകൾ, മരുഭൂമികൾ, ഒട്ടകങ്ങളൊക്കെ നമുക്ക് പകൽ കാണാൻ പറ്റുക. പിന്നെ യാത്ര ഒരു കണക്കിന് സുഖം നൈറ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ സ്വലാത്തൊക്കെ ചൊല്ലി ഏകദേശം മദീനത്തോടൊക്കെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ മദീനത്തോട് അടുത്തടുത്തടുത്ത് ഇങ്ങനെ എത്തുമ്പോഴേക്കും വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും കേട്ടോ ആ ഒരു യാത്ര. ഇപ്പോൾ നമ്മൾ കുബ്ബയിലാണ് കേട്ടോ ഉള്ളത്. കുബ്ബ പള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇവിടുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ടാവും പിന്നെ നമ്മൾ ഹറമക്ക് പോവുക. ജിദ്ദിൽ നിന്നൊക്കെ ആളുകൾ വരുമ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് കുബ്ബ പള്ളിയിലോട്ട് കയറിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹറമിലേക്കാണ്ടാ പോവുക. നമ്മൾ ബസ്സിന് വരുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ട. അപ്പോൾ ഇതാണ് കുബ്ബ പള്ളി. ഈ കുബ്ബ പള്ളീൻ്റെ ചരിത്രം നിങ്ങൾക്കറിയോ? മദീനയിലെ ഓരോ പള്ളിക്കും ഓരോ സ്ഥലത്തിനും ഓരോ മലകൾ, പള്ളികൾക്ക്, അങ്ങനെ എല്ലാത്തിനും ഓരോരോ ചരിത്രങ്ങൾ നമുക്ക് പറയാറുണ്ട് കേട്ടോ. ഈ ഒരു പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഫസ്റ്റായിട്ട് വന്നിറങ്ങിയ ഒരു സ്ഥലമാണ് കുബ്ബ. അവിടെയാണ് നബിയുടെ കരങ്ങളാൽ ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. അതാണ് കേട്ടോ ഈ ഒരു കുബ്ബ പള്ളി. ഈ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത് പ്രതിഫലം കിട്ടുമെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹറമിലേക്ക് യാത്ര തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് പാർക്ക് ചെയ്തിട്ട് പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷം മുമ്പ് കണ്ട പള്ളിയല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുറ്റത്തായാലും നിസ്കരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. നമ്മൾ നേരെ വന്നിട്ട് പള്ളിയിലോട്ട് കയറി ഇങ്ങനെ ഇത്ര സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ ബസ്സിലായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജിദ്ദിൽ നിന്നൊരു ഗ്രൂപ്പിന് ബസ് വരുമല്ലോ, അങ്ങനെയാണ് നമ്മളങ്ങൊന്നും പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫ്രഷായി ഒളുവൊക്കെ എടുത്ത് ഞാനും മോളും കൂടെ സ്ത്രീകൾ നിസ്കരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നിസ്കരിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും കുട്ടികൾക്ക് അവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇക്കാൻ്റെ കയ്യിൽ മോളെ കൊടുത്തിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ പോയത് കേട്ടോ. എന്താണെന്നറിയില്ല, പക്ഷേ ഇക്കാൻ്റെ അടുത്ത് കുട്ടികൾക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. മോനും മോളൊക്കെ അവരുടെ കൂടെ തന്നെ ആയിരുന്നു, പള്ളിയിലുണ്ടായിരുന്നു. പക്ഷേ എന്താ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ഇത് മനസ്സിലാവുന്നില്ല. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഇതൊക്കെ ഇങ്ങനെ കണ്ടറിഞ്ഞ് നോക്കിക്കണ്ട് ആകെ അത്ഭുതമായിട്ടോ. കാരണം ഇത്രയൊരു മാറ്റം ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ചൂടോ? ഈ ഒരു സ്പോട്ട് ഉണ്ടോ പള്ളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വന്ന മാറ്റങ്ങൾ. പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. ഇത് ടീ കുടിക്കാനും കാറ്റുകൊള്ളാനും പിന്നെ തണുപ്പകറ്റാനും പറ്റിയൊരു സ്പോട്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റും ഒക്കെ ആയിട്ട് കൈയൊക്കെ വെച്ചപ്പോൾ എന്തൊരു ആശ്വാസം കേട്ടോ. കുറച്ച് നേരം അവിടെ നിൽക്കാനൊക്കെയാണ് തോന്നുന്നത്. അതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ കാണാനും തന്നെ. അങ്ങനെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹറമിലോട്ട് വലിയ ദൂരമൊന്നുമില്ല, ഒരു 3 കിലോമീറ്ററൊക്കെ കാണിക്കുന്നുള്ളൂ.
ഇപ്പോൾ സമയം 1:45 2 മണി ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. നമ്മൾ കറക്റ്റ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മൾ ഹറമിൻ്റെ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ റൂം വരുന്നത് കേട്ടോ. അപ്പോൾ റാത്തായിട്ട് നമ്മൾ റൂമിലൊക്കെ എത്തി. നമ്മൾ ആദ്യം തന്നെ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ റൂം. 4 ആൾക്കുള്ള 4 കട്ടിൽ, അങ്ങനെ നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂം, ഒരു കുഞ്ഞു ഫ്രിഡ്ജ്, ഒരു ചെറിയ ഷെൽഫ്, അങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമൊക്കെ തന്നെയാണ്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ കുറച്ച് ലോങ് ആണ്. അതായത് ഒരു 15-20 മിനിറ്റിൻ്റെ അടുത്ത് യാത്ര ഉണ്ട്. പിന്നെ മക്കളെയും കൊണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ലോങ് തോന്നിക്കും ചെയ്യട്ടും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമുക്കതെല്ലാം നല്ല ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ലോറിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ ഹറമിക്ക് നിസ്കാരത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരു 11 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം നടക്കാനുള്ളതും പിന്നെ മക്കളായിട്ട് ഒക്കെ ആകുമ്പോൾ ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഉളുവൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് ഹറമിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റഷുള്ള ഒരു ഏരിയയാണ് കേട്ടോ. പാകിസ്ഥാനികൾ, ഇന്തോനേഷ്യക്കാർ, അങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ആളുകളെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അവരൊക്കെ റൂമൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഉള്ളതും. ഓരോ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. 2-3 റോഡ് കവർ ചെയ്യാനും ഒരു കുപ്പിരി കവർ ചെയ്യാനും ഒക്കെയുള്ള അത്യാവശ്യം നടക്കാനുള്ള ഒരു ഏരിയ തന്നെ ഉണ്ട്. ഐഡിയ അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മൾ ഹറമിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു പുണ്യഭൂമിയിൽ എത്തിയിട്ടുണ്ട്. എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റായിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. അതിങ്ങനെ ആ ഒരു കുപ്പ കാണുവോളം നമുക്കിങ്ങനെ അടുക്കോളം വല്ലാത്തൊരു പ്രതീതി തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെ ഈ ഒരു സൈഡിലൊക്കെ പ്രാവുകൾക്ക് ഭക്ഷണം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെറുതെ ഇട്ട് കൊടുക്കുന്നവരും എന്തെങ്കിലും ആഗ്രഹം സഫലീകരിക്കുക അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമാണല്ലോ. അങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നിസ്കാരത്തിന് വരുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ലോറിൻ്റെ സമയത്ത് കുറച്ച് റഷ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 365-ാമത്തെ ഗേറ്റിലൂടെ കടന്ന് ഹറമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് വരുന്ന ഭാഗം ഈ ഒരു ഏരിയ ആണ്. ജന്നത്തുൽ ബഖീൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അത് വരാം. 368-ാമത്തെ ഗേറ്റിൻ്റെ ഭാഗത്ത് സ്ത്രീകൾക്കുള്ള ഏരിയ ആണ്. പിന്നെ അവിടെ നിന്നിട്ട് 28-ാമത്തെ ഡോറിലാണ് കേട്ടോ പള്ളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഫാമിലി നമ്മളെ കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പള്ളിനോട് അടുത്തെത്തിയപ്പോൾ സന്നയ്ക്ക് സംസം കാണുമ്പോൾ ഒരു നിർത്താണ്. അവൾക്ക് സംസം വെള്ളം കുടിച്ചിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് അനുഭവം കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് അത് കുടിച്ചിട്ട് പള്ളിൻ്റെ ഉള്ളിലിട്ട് കയറാമെന്ന് വിചാരിച്ചു. ലോറിൻ്റെ സമയത്ത് അത്ര എനിക്ക് റഷായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നിസ്കരിക്കാനൊക്കെ ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുസല്ലയിൽ. അതിനുശേഷം എല്ലാ ഭക്തരും വരുമ്പോഴും ഇവിടെ നല്ലോണം റഷായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലോറ നിസ്കാരവും സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ദുആ ചെയ്ത് സലാം പറഞ്ഞ് അങ്ങനെ
എല്ലാവരും അവിടെയും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. സന്നയ്ക്ക് ഒരു നല്ലൊരു കമ്പനി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കാശ്മീർ ഫാമിലിയാണെന്ന് തോന്നുന്നു. ആ കൂട്ടനായിട്ട് ഇങ്ങനെ വല്ലാതെ കമ്പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ വല്ലാതെ അവൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. അത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മൾ വന്ന ഭാഗം അങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 30ാമത്തെ ഡോറിൻ്റെ ഒരു ഭാഗത്തോടായിട്ടുള്ള ഒരു ഗേറ്റ് കൂടെയാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നതും. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഫുഡ് അവിടെ വന്നിട്ടുണ്ട്, മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട്. ഇനി അസറിൻ്റെ സമയത്ത് വരാമെന്ന് വിചാരിച്ച്. ഇപ്രാവശ്യം പ്രൗഡിൽ എടുക്കുന്നില്ല കേട്ടോ, മോള് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വർഷം ഒരു പ്രാവശ്യമല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സെക്കൻഡ് പാർട്ട് ആയിട്ട് ഉടനെ വരാം. ലെങ്ത് ഉള്ളതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൈ.